നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തേക്കടിയിലേക്ക് പാഞ്ഞെത്തി IB റോസ് സംഘം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പിണറായി സർക്കാരിന് നിരന്തരം ഫോൺ കോളുകൾ. കേരളത്തിലുള്ള ഇസ്രയേൽ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കണം എന്നുള്ള നിർദ്ദേശം. തൊട്ടുപിന്നാലെ തേക്കടി വളഞ്ഞ് കർശന പരിശോധന നടത്തി പോലീസ് സംഘം. ഇത് മാത്രമല്ല, കേരളത്തിൽ എവിടെയൊക്കെ ഇസ്രയേൽ പൗരന്മാർ എത്തിയിട്ടുണ്ടോ അവരെയെല്ലാം കണ്ടെത്തി സുരക്ഷ ശക്തമാക്കാനാണ് ഇപ്പോൾ സർക്കാർ പോലീസിന് വിവരം കൈമാറിയിരിക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ വിനോദസഞ്ചാരികളെ തേക്കടിയിലെ കടയുടമകൾ അപമാനിച്ചിറക്കിവിട്ട സംഭവം ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ഈ വിഷയം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിയിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കോളുകൾ പോകുന്നു. ഇസ്രയേൽ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കണം എന്നുള്ള ആവശ്യം ഇസ്രയേൽ അംബാസിഡർ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനുശേഷമാണ് IB റോസ് സംഘമൊക്കെ തന്നെ ഇപ്പോൾ തേക്കടിയിൽ എത്തിയത്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കശ്മീർ സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രയേലുകാരെ ഇറക്കിവിട്ടത്. ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ഏതാണ് എന്ന് ചോദിക്കുന്നത് പതിവാണ്. ഇതിന്റെ പേരിൽ മുൻപും ഈ കടയ്ക്ക് നേരെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമകൾക്ക് നേരെ ഉയർത്തിയത്. ഈ കടയ്ക്കടുത്തും കശ്മീരികളുടെ മറ്റ് കടകളുണ്ട്. അവരൊന്നും ഇസ്രയേൽ ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖത കാട്ടിയതുമില്ല, അവരെ അപമാനിച്ചതുമില്ല. എന്നാൽ ഈ കടയുടമ മാത്രമാണ് ഇസ്രയേൽ പൗരനാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ അവരെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും ഇറങ്ങിപ്പോകൂ എന്ന് ആക്രോശിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഈ വിഷയത്തെ വളരെ നല്ല രീതിയിലാണ് അവിടുത്തെ മലയാളികൾ കൈകാര്യം ചെയ്തത്. അതായത് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന, കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നും ഉടൻ തന്നെ ഇസ്രയേൽ ദമ്പതികളോട് മാപ്പ് പറയണമെന്നും അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റ് കടയുടമകൾ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് നേരെ തിരിയുകയായിരുന്നു. ഇതോടുകൂടി രംഗം വഷളാകുന്നു. തല്ല് കിട്ടുമോ എന്നുള്ള ഭയം ഉണ്ടായതോടുകൂടി തന്നെയാണ് പിന്നീട് ഈ കശ്മീർ കടയുടമകൾ ഇസ്രയേൽ ദമ്പതികളോട് മാപ്പ് പറയുന്ന ഒരു സംഭവവും ഉണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര മേഖലകളിലും കശ്മീരി കടകളുണ്ട്. കശ്മീരിലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരാണ് ഇവർ. കടയിലെത്തുന്നവരുമായി കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായാണ് എത്തുന്നവരുടെ വിവരങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് എത്തിയവർ തങ്ങൾ ഇസ്രയേലികളാണ് എന്ന് പറഞ്ഞത്. ഇതോടെയാണ് കടക്കാരന്റെ മട്ടും ഭാവവും മാറുകയായിരുന്നു. പിന്നീട് മുഖഭാവം മാറുന്നു. ഇവരെ തല്ലാൻ പോലുമുള്ള ഒരു മനോഭാവത്തിലായിരുന്നു കടയുടമ ഉണ്ടായിരുന്നതെന്ന് പ്രദേശത്തുള്ളവർ പറയുന്നു. ഈ പ്രശ്നത്തിന്റെ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് വിവരശേഖരണത്തിന് IBയും റോയും തൊട്ടു പിന്നാലെ എത്തിയത്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് IB റോസ് സംഘം മനസ്സിലാക്കിയിട്ടുണ്ട്. കട നടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവുമെല്ലാം IBയും റോയും ശേഖരിക്കും എന്നാണ് വിവരങ്ങൾ. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ എംബസിയും ഈ വിവാദം ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ഇസ്രയേൽ എംബസി വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രയേലി ദമ്പതികളും സന്തോഷത്തിലായിരുന്നു. പിന്നീട് ഇതുകൂടാതെ ടൂറിസം വകുപ്പും ഈ വിവാദത്തെ ഇപ്പോൾ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. തേക്കടിയിലെത്തിയ ഇസ്രയേലി സ്വദേശികൾ കടയിലേക്ക് ഓട്ടോയിലാണ് എത്തിയത്. അതിന് ചുറ്റുമുള്ള കടകളിൽ കയറി സാധനം വാങ്ങി നടക്കുകയായിരുന്നു ഇവർ. ഇതിനിടെയാണ് ഈ കടയിലേക്ക് ഇവർ എത്തുന്നത്. ഇസ്രയേലി എന്ന് പറഞ്ഞതോടെ സാധനം തരില്ലെന്നും ഇറങ്ങിപ്പോകാനും കടക്കാരൻ ആവശ്യപ്പെടുകയായിരുന്നു. പുറത്തിറങ്ങിയ ഇസ്രയേലി സ്വദേശികൾ തൊട്ടടുത്ത കടക്കാരോട് കാര്യം പറയുകയും ചെയ്തു. ഇതിനിടെ ഇവരെ ഇവിടെയാക്കി ജ്യൂസ് കുടിക്കാൻ പോയ ഓട്ടോറിക്ഷക്കാരനും എത്തി. പ്രശ്നം അറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. കേരളത്തിന് നാണക്കേടാകുമെന്നും മാപ്പ് പറയണമെന്നും ഈ ഓട്ടോ ഡ്രൈവറാണ് ഈ കടക്കാരോട് ആവശ്യപ്പെട്ടത്. ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പ് പറയുകയായിരുന്നു. ഈ വീഡിയോകൾ പുറത്തു വന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെയാണ് അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തിയത്. വ്യാപാരികളും ഇസ്രയേലികൾക്കെതിരെ നിലപാടെടുത്തത് കടയ്ക്ക് എതിരായി മാറുകയായിരുന്നു. ഇതോടെയാണ് ആ ഷോപ്പ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കടയുടമ വലിയ രീതിയിൽ പ്രകോപനത്തോടെ സംസാരിക്കുമ്പോഴും വളരെ സൗമ്യമായാണ് ഈ ഇസ്രയേലി ദമ്പതികൾ അവരോട് സംസാരിക്കുന്നത്. അവർക്ക് ഈ പ്രശ്നം വഷളാക്കാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരും ബഹളം വയ്ക്കാതെ കടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം പരിഹരിക്കണമെന്ന നിലപാടിലായിരുന്നു ആ ദമ്പതികൾ ഉണ്ടായിരുന്നതെന്ന് ഓട്ടോ ഡ്രൈവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.
നാട്ടുകാരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ നയതന്ത്ര തലത്തിൽ പോലും അത് രാജ്യത്തിന് തിരിച്ചടിയാകുന്ന ഒരു സംഭവമായി മാറിയേനെ. കേരളത്തിലേക്ക് വീണ്ടും ടൂറിസ്റ്റുകൾ എത്തുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരുന്നത്. ടൂറിസം മേഖലയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ്. കാരണം നമുക്കറിയാം, ഇസ്രയേൽ യുദ്ധത്തിലാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി സംഘങ്ങളോടൊക്കെ തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അലയൊലിയാണ് ഇപ്പോൾ കേരളത്തിലും ആഞ്ഞടിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ വിദേശത്തു നിന്ന് എത്തുന്നവർക്ക് ഇവിടെ സുരക്ഷിതമല്ല എന്ന ഒരവസ്ഥയുണ്ടായാൽ അത് ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഈ വിഷയം കൈകാര്യം ചെയ്ത മറ്റു മലയാളികൾ അവർ പ്രശംസ അർഹിക്കുകയാണ്. കാരണം അപമാനഭാരവുമായി അവിടെ നിന്ന് ഈ ഇസ്രയേലി ദമ്പതികൾക്ക് മടങ്ങേണ്ടി വന്നില്ല. മലയാളികൾ അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു. അങ്ങനെ കേരളത്തെ ആകെ നാണം കെടുത്തുന്ന ഒരു വലിയ സംഭവമാണ് ഒഴിവായി മാറിയത്. ടൂറിസത്തിന്റെ ഒരു സീസണാണ് ഇത്. ഈ ഒരു അവസരത്തിലാണ് ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്തത്. കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് ഈ സമയത്ത്. അതായത് പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് നിരവധി ആളുകളാണ് എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കും മറ്റും കടൽ വിമാനങ്ങളെ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നതും ഇതിലൂടെയുള്ള വരുമാന നേട്ടത്തിനു വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ടൂറിസം വികസനത്തിന് സർക്കാർ പല വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്രയേൽ വിവാദം തേക്കടിയിൽ ഉണ്ടാകുന്നത്. ഇടുക്കിയിലേക്ക് വലിയ തോതിലാണ് വിദേശ സഞ്ചാരികൾ എത്തുന്നത്. ഈ ഒഴുക്കിനെ പോലും ഈ വിവാദം ബാധിക്കുമായിരുന്നു. എന്നാൽ ചിലരുടെ സമചിത്തതയോടെയുള്ള ഇടപെടലാണ് പ്രതിസന്ധി ഒഴിവാക്കിയത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അവർ അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. ഇതുമാത്രമല്ല, ഇപ്പോൾ IB റോ സംഘം ഈ കടയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടയുടമകൾ കശ്മീരികളാണ്. അവരുടെ നാട്ടിലെ വിവരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ IB റോ സംഘം കൃത്യമായി പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. വലിയ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ മലയാളികളും ഏറെ മികവ് പുലർത്തി എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ വിഷയം മുൻപും കൊച്ചു കേരളത്തെ രാജ്യാന്തര തലത്തിൽ ചർച്ചകളിൽ എത്തിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ച സംഭവത്തിൽ ഓസ്ട്രേലിയൻ വംശജരായ 2 ജൂത വനിതകൾക്കെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത സംഭവം ഉണ്ടായിരുന്നു. IPC 153 വകുപ്പ് പ്രകാരം ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികളുടെ പേരിലാണ് അന്ന് കേസെടുത്തത്. നിയമപോരാട്ടത്തിൽ ജാമ്യം നേടിയ ഇവർ ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയത്. അന്ന് വൈകിട്ട് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ടൂറിസ്റ്റ് വിസയിലെത്തിയ ജൂതവംശജരായ 2 സ്ത്രീകൾ കീറിയിട്ടിരിക്കുന്ന പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്കടുത്ത് നിൽക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരാണ് ഇവിടെ പോസ്റ്റർ ഉയർത്തിയത്. വീഡിയോ വൈറലായതോടെ SIO പ്രവർത്തകർ യുവതികൾക്കെതിരെ പരാതി നൽകി. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയ്ക്കും സംഭവം വഴിവെക്കുകയും ചെയ്തിരുന്നു. ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർ ഒരിക്കലും ഇത്തരം പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന നിയമമുണ്ടെന്ന വാദവും ചർച്ചയായി. അതിനുശേഷം ഇതിനു നേരെ വിപരീത ഫലമുണ്ടാക്കുന്ന വിധമാണ് തേക്കടിയിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.